കുറ്റ്യാടി ചുരം റോഡിൽ ചാത്തൻകോട്ട് നടയിൽ 2 യുവാക്കളിൽ നിന്ന് MDMA പിടിച്ചതുമായി ബന്ധപ്പെട്ട് ചാത്തൻകോട്ട് നടയിലെ സൂര്യ ടൂറിസ്റ്റ് ഹോം ഡിവൈഎഫ്ഐ പ്രതിഷേധത്തെ തുടർന്ന് പൂട്ടി. മയക്കുമരുന്നിനും അനാശാസ പ്രവർത്തനങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന ഇത്തരം ലോഡ്ജുകൾ ഇനി പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞു. കുറ്റ്യാടി ചുരത്തിന്റെ അടിവാരമായ ചാത്തൻകോട്ട് നടയിൽ വെച്ച് വെള്ളിയാഴ്ച പുലർച്ചെ 2 മണിയോട് കൂടിയാണ് നാദാപുരം വളയം സ്വദേശി അബ്ദുൾ കൃഷ്ണൻ, പേരാമ്പ്ര സ്വദേശി ജിഷ്ണു എന്നിവരെ 4 ഗ്രാം MDMAയുമായി കോഴിക്കോട് റൂറൽ എസ്പിയുടെ സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടുന്നത്. സൂര്യ ലോഡ്ജിൽ യുവാക്കളും ഒരു യുവതിയും താമസിച്ചു വരികയായിരുന്നു. ഇവിടെ നിന്നും MDMA വിൽപ്പന നടത്തുന്നു എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്പെഷ്യൽ സ്ക്വാഡ് സൂര്യയ്ക്ക് മുന്നിൽ വെച്ച് യുവാക്കളെ പിടികൂടുന്നത്. മയക്കുമരുന്നിനും അനാശാസ പ്രവർത്തനങ്ങൾക്കും സൂര്യ ടൂറിസ്റ്റ് ഹോം കൂട്ടുനിൽക്കുന്നു എന്നാരോപിച്ച് ടൂറിസ്റ്റ് ഹോമിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മാർച്ച് നടത്തി. ഡിവൈഎഫ്ഐ കുന്നുമൽ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി മഹേഷ് കരിങ്ങാട് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സമദ് അധ്യക്ഷത വഹിച്ചു. സൂര്യ ടൂറിസ്റ്റ് ഹോം ഇനി പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പറഞ്ഞു. കുറ്റ്യാടി ചുരം മേഖല കേന്ദ്രീകരിച്ച് മറ്റു ചില സ്ഥാപനങ്ങൾ കൂടി മയക്കുമരുന്നിനും അനാശാസ പ്രവർത്തനങ്ങൾക്കും കൂട്ടുനിൽക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതായും ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെയും പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്ത പക്ഷം ഇവിടങ്ങളിലേക്കും പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥരോട് ഞങ്ങൾക്ക് പറയാനുണ്ട്, ഇടതുപക്ഷത്തിന്റെ ഒരു കൃത്യമായ പോലീസ് നയം ഈ നാടിനകത്ത് നടപ്പിലാക്കുന്നുണ്ട്. ആ നയവുമായി നിങ്ങൾ മുമ്പോട്ട് പോകണം. ഈ നാടിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളിലെല്ലാം കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിച്ച് നിങ്ങൾ മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ പരാതി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐക്ക് പരാതിയുണ്ട്. എങ്ങനെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ഇടപെട്ടത് എന്ന് നിങ്ങളുടെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുമായി ഞങ്ങൾ അടുത്ത ദിവസങ്ങളിൽ സംസാരിക്കും. അതുകൊണ്ടാണ് ഡിവൈഎഫ്ഐ തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പം നിങ്ങളൊരു 5-6 പോലീസുകാരെ കണ്ടിട്ട് ഇവിടെ നിന്ന് മടങ്ങി പേടിച്ചു പോകുന്നവരല്ല ഞങ്ങൾ വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് കയറി ഈ സ്ഥാപനം തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവ് ഈ ചാത്തൻകോട്ട് നടയിലെ ഡിവൈഎഫ്ഐക്ക് ഉണ്ട്. എന്നാൽ ഞങ്ങൾ തീരുമാനിച്ചതാണ്, ഇതൊരു മുന്നറിയിപ്പായി കരുതിക്കൊണ്ട് ഈ സ്ഥാപനം അടച്ചിടുകയും ഇതിൻ്റെ മറ്റ് ഇടപാടുകളും പ്രവർത്തനങ്ങളും എല്ലാം നിർത്തുന്ന രൂപത്തിലേക്ക് ഇനി അങ്ങോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതിന് ഇവിടുത്തെ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെയും ഇവിടുത്തെ നാട്ടുകാരുടെയും എല്ലാം പിന്തുണ ശക്തമായി ഡിവൈഎഫ്ഐക്ക് ഉണ്ടാവും. നാടിനകത്തുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ വലിയ രൂപത്തിൽ അനാശാസ പ്രവർത്തനങ്ങൾക്കും അതിലൂടെ ലഹരി മാഫിയകൾക്കും അഴിഞ്ഞാടാനുള്ള ഒരു കേന്ദ്രമാക്കി മാറ്റിക്കഴിഞ്ഞാൽ അത് ഏത് കൊമ്പത്തെ ആളുകളുടെ സ്ഥാപനമായാലും അതിശക്തമായ രൂപത്തിൽ പ്രതികരിക്കാൻ ഈ നാട്ടിലെ ഡിവൈഎഫ്ഐ ഇവിടെ ഉണ്ടാവുമെന്ന് നിങ്ങളോട് എല്ലാവർക്കും പറയുകയാണ്. അതുകൊണ്ട് ഇതൊരു തുടക്കം മാത്രമാണ്. ഇതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം കൃത്യമായി ഡിവൈഎഫ്ഐ മനസ്സിലാക്കും. അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിക്കും. ഇനി ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടിയുമായി മുമ്പോട്ട് പോകണമെങ്കിൽ അതിനും ഡിവൈഎഫ്ഐ തയ്യാറാണ്. അതുകൊണ്ട് ഇതൊരു സൂചനയായി കണ്ടുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന കാവിലുംപാലം പഞ്ചായത്തിനകത്തുള്ള എല്ലാ സ്ഥാപനങ്ങളും ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാപനങ്ങളുണ്ടോ എന്ന് കൃത്യമായി സംഘടന പരിശോധിച്ച് അതിനെതിരെ ശക്തമായ സമരവുമായി ഡിവൈഎഫ്ഐ മുമ്പോട്ട് പോകും. അതുകൊണ്ട് ഇതൊരു സൂചനാ സമരമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരോട് ഞങ്ങൾക്ക് പറയാനുണ്ട്, ഇടതുപക്ഷത്തിന്റെ ഒരു കൃത്യമായ പോലീസ് നയം ഈ നാടിനകത്ത് നടപ്പിലാക്കുന്നുണ്ട്. ആ നയവുമായി നിങ്ങൾ മുമ്പോട്ട് പോകണം. ഈ നാടിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളിലെല്ലാം കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിച്ച് നിങ്ങൾ മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ പരാതി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐക്ക് പരാതിയുണ്ട്. എങ്ങനെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ഇടപെട്ടത് എന്ന് നിങ്ങളുടെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുമായി ഞങ്ങൾ അടുത്ത ദിവസങ്ങളിൽ സംസാരിക്കും. അതുകൊണ്ടാണ് ഡിവൈഎഫ്ഐ തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പം നിങ്ങളൊരു 5-6 പോലീസുകാരെ കണ്ടിട്ട് ഇവിടെ നിന്ന് മടങ്ങി പേടിച്ചു പോകുന്നവരല്ല ഞങ്ങൾ വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് കയറി ഈ സ്ഥാപനം തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവ് ഈ ചാത്തൻകോട്ട് നടയിലെ ഡിവൈഎഫ്ഐക്ക് ഉണ്ട്. എന്നാൽ ഞങ്ങൾ തീരുമാനിച്ചതാണ്, ഇതൊരു മുന്നറിയിപ്പായി കരുതിക്കൊണ്ട് ഈ സ്ഥാപനം അടച്ചിടുകയും ഇതിൻ്റെ മറ്റ് ഇടപാടുകളും പ്രവർത്തനങ്ങളും എല്ലാം നിർത്തുന്ന രൂപത്തിലേക്ക് ഇനി അങ്ങോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതിന് ഇവിടുത്തെ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെയും ഇവിടുത്തെ നാട്ടുകാരുടെയും എല്ലാം പിന്തുണ ശക്തമായി ഡിവൈഎഫ്ഐക്ക് ഉണ്ടാവും. നാടിനകത്തുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ വലിയ രൂപത്തിൽ അനാശാസ പ്രവർത്തനങ്ങൾക്കും അതിലൂടെ ലഹരി മാഫിയകൾക്കും അഴിഞ്ഞാടാനുള്ള ഒരു കേന്ദ്രമാക്കി മാറ്റിക്കഴിഞ്ഞാൽ അത് ഏത് കൊമ്പത്തെ ആളുകളുടെ സ്ഥാപനമായാലും അതിശക്തമായ രൂപത്തിൽ പ്രതികരിക്കാൻ ഈ നാട്ടിലെ ഡിവൈഎഫ്ഐ ഇവിടെ ഉണ്ടാവുമെന്ന് നിങ്ങളോട് എല്ലാവർക്കും പറയുകയാണ്.